ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗോ ചാർട്ടിംഗ് പവേർഡ് ബൈ ഗ്രേറ്റ് ഈഗിൾ ടെക് മല്ലു മാർക്കറ്റ് പ്രൊഫൈൽ പ്രീ മാർക്കറ്റ് റിപ്പോർട്ടിലേക്ക് ഏവർക്കും സ്വാഗതം. വളരെ സന്തോഷമായ ഒരു ന്യൂസായിരുന്നു ഇന്നലെ വന്നത്. ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധമല്ല, ഇന്ത്യയുടെ എന്ന പ്രത്യാക്രമണവും പാകിസ്ഥാൻ്റെ വൃത്തികെട്ട ആക്രമണവും നിർത്തി അവർ സമാധാനപരമായ ഒരു കരാറിലേക്ക് നോൺ വാർ സിറ്റുവേഷനിലേക്ക് മാറി എന്ന് പറഞ്ഞൊരു പുതിയൊരു അടിപൊളി ന്യൂസ് ഇന്നലെ വന്നായിരുന്നു. നമ്മുടെ മാർക്കറ്റ് വലിയ രീതിയിലൊന്നും കഴിഞ്ഞ വെള്ളിയാഴ്ച മൂവ് ചെയ്തിട്ടില്ല. കാരണം നിങ്ങൾ നോക്കിയാൽ തന്നെ അറിയാൻ പറ്റും, ബെയറിഷ് റെഫറൻസ് പൊട്ടി വന്ന ബാങ്ക് നിഫ്റ്റി താഴേക്ക് ഫസ്റ്റ് ടിക്ക് തന്നെ ഒരു 10 മിനിറ്റ് തന്നെ തിരിച്ച് കയറി ബെയറിഷ് റെഫറൻസിൻ്റെ ഭാഗത്തേക്ക് വന്നു. അവിടെ നിന്ന് താഴേക്ക് ഇറങ്ങി S1 S2 അടിച്ചു. S2ൻ്റെ സപ്പോർട്ട് എടുത്ത് കൃത്യമായി 53,542 സപ്പോർട്ട് എടുത്താണ് ബാങ്ക് നിഫ്റ്റി സ്പോട്ട് നിന്നത്. നിഫ്റ്റി നോക്കിയാൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് അറിയാൻ പറ്റും, നിഫ്റ്റിയും നമ്മളെ ബെയറിഷ് റെഫറൻസ് വന്ന് പൊട്ടി താഴേക്ക് ഇറങ്ങി ഗ്യാപ്പുകളെല്ലാം ക്ലോസ് ചെയ്ത് താഴേക്ക് ഇറങ്ങി S1ഉം S2 സപ്പോർട്ട് തിരിച്ച് കയറി S1ൻ്റെ ഭാഗത്താണ്, അത് 24,000 എന്ന് പറഞ്ഞ ആ ഒരു റൗണ്ട് നമ്പറിൻ്റെ ഭാഗത്താണ് മാർക്കറ്റ് കൃത്യമായിട്ട് ക്ലോസ് ചെയ്തത്. നമ്മൾ നോക്കിയാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും, കഴിഞ്ഞ 17-ാം തീയതി തൊട്ട് ഇതുവരെ 24 തൊട്ട് ഇതുവരെ നിഫ്റ്റിയിൽ ഒരു മാറ്റവും ഇല്ലാതെ നിഫ്റ്റി കൃത്യമായിട്ട് പറയണമെങ്കിൽ ഇതേ സെയിം റേഞ്ച് ഇങ്ങനെ മെയിൻറ്റെയിൻ ചെയ്താണ് നിഫ്റ്റി നിൽക്കുന്നത്. ബാങ്ക് നിഫ്റ്റി നിങ്ങൾ നോക്കിയാൽ അറിയാൻ പറ്റും, ആ റേഞ്ച് ഒന്ന് മെയിൻറ്റെയിൻ ചെയ്ത കൂടെ അവൻ തിരിച്ച് ആ റേഞ്ച് പൊട്ടി 17 ഏപ്രിലിൻ്റെ ആ ഒരു പ്രൊഫൈലിൻ്റെ ഭാഗത്തുള്ള കുറേ ഏരിയാസൊക്കെ ഫില്ല് ചെയ്തിട്ടാണ് ബാങ്ക് നിഫ്റ്റി നിൽക്കുന്നത്. ചുരുക്കി പറയാൻ നിഫ്റ്റി സ്റ്റിൽ ഇപ്പോഴും എന്നെ സംബന്ധിച്ച റേഞ്ചാണ്. ബാങ്ക് നിഫ്റ്റി ആ ഒരു റേഞ്ച് ബ്രേക്ക് ഡൗണോ ആ ഒരു മൂവ്മെൻറ്റ് തന്ന് താഴേക്ക് വന്ന് ബ്രേക്ക് ഡൗൺ തന്ന് നമ്മുടെ 17 ഏപ്രിലിലെ പൊസിഷൻസൊക്കെ കട്ട് ചെയ്തിട്ട് ക്ലിയറായി നിൽക്കുന്ന ഒരു ദിവസം കൂടെ സംഭവിച്ചു. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ന്യൂസ് പോസിറ്റീവായി നിൽക്കുന്ന സമയത്ത് മാർക്കറ്റിൽ ഇഷ്ടംപോലെ ഷോർട്ട്സ് അവൈലബിൾ ആണ്. ഈ ഷോർട്ട്സ് നാളെ മാർക്കറ്റിൽ ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് വന്നാൽ അവരെങ്ങനെ റിയാക്ട് ചെയ്യും, നമ്മൾ മാർക്കറ്റിൽ എന്തൊക്കെ ലെവൽ നോക്കണം എന്നൊക്കെ നമുക്ക് ഈ ഓർഡർ ഫ്ലോയും മാർക്കറ്റ് പ്രൊഫൈൽ വെച്ച് ലെവൽസ് നമുക്ക് നോക്കാം. അതിന് മുന്നോടിയായിട്ട് നമ്മൾ നോക്കുന്ന സമയത്ത് ഈ വീക്കിൽ നമ്മുടെ അമേരിക്കൻ മാർക്കറ്റിലോ അല്ലെങ്കിൽ നമ്മുടെ ഇന്ത്യൻ മാർക്കറ്റിൽ വലിയ ന്യൂസുകൾ, നമ്മുടെ ഇന്ത്യക്കാണെങ്കിൽ നമ്മുടെ ഇൻഫ്ലേഷൻ വരാനുണ്ട്. നമ്മുടെ ഈ വരുന്ന തിങ്കളാഴ്ച നാളെ വൈകിട്ട് 4 മണിക്ക് നമ്മുടെ ഇൻഫ്ലേഷൻ ഉണ്ട്. കഴിഞ്ഞ പ്രാവശ്യം ഡേറ്റ 3.34 ആയിരുന്നു. ഇൻഫ്ലേഷൻ കുറയുന്നത് RBIക്ക് ഇൻട്രസ്റ്റ് റേറ്റ് കുറയ്ക്കുന്നതിന് കാരണമാകുന്ന ഒരു ശീലം. അപ്പോൾ നാളെ വൈകിട്ട് വരുന്ന ഇൻഫ്ലേഷൻ ഡേറ്റയെ ഡിപ്പെൻഡ് ചെയ്തായിരിക്കും നമ്മുടെ RBIയുടെ നീക്കങ്ങളും ബാക്കിയുള്ള കാര്യങ്ങളും വരാൻ പോകുന്നത്. അതിനുശേഷം നമുക്ക് നോക്കുമ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും, നാളെ വൈകിട്ട് വേറെ അമേരിക്കൻ മാർക്കറ്റ് ഡേറ്റേഴ്സ് ഒന്നുമില്ല. അതിനുശേഷം ഈ വരാൻ പോകുന്ന വീക്കിൽ ചൊവ്വാഴ്ചയിൽ നോക്കുന്ന സമയത്ത് ചൊവ്വാഴ്ച നമ്മുടെ ഇൻഫ്ലേഷൻ ഉണ്ട്. അപ്പോൾ നിങ്ങൾ നോക്കിയാൽ അറിയാം, നമ്മുടെ ഇയർ ഓൺ ഇയറിൻ്റെ ഏപ്രിൽ ഇൻഫ്ലേഷൻ നാളെ വൈകിട്ടുണ്ട്. ചൊവ്വാഴ്ച വൈകിട്ടാകുമ്പോൾ നമ്മുടെ കൺസ്യൂമർ പ്രൈസ് ഇൻഫ്ലേഷൻ ചൊവ്വാഴ്ച വൈകിട്ട് വരുന്നതിൽ കൺസ്യൂമർ പ്രൈസ് ഇൻഫ്ലേഷൻ ഉള്ളത് 4 മണിക്ക് നോക്കാൻ നിങ്ങൾക്ക് അറിയാൻ പറ്റും. നമ്മുടെ ഇയർ ഓൺ ഇയറും കൃത്യമായി ചൊവ്വാഴ്ചയും കിടപ്പുണ്ട്. അപ്പം ഇപ്പോൾ എന്നെ സംബന്ധിച്ച് ചൊവ്വാഴ്ച ഇതിൽ ഇൻവെസ്റ്റിങ്ങിൽ കാണിക്കുന്നുണ്ട്, അത് തിങ്കളാഴ്ച കാണിക്കും. അപ്പോൾ അതൊന്ന് കൺഫേം ചെയ്യുന്നുണ്ട്, തിങ്കളാഴ്ചയാണോ ചൊവ്വാഴ്ചയാണോ. അപ്പം ഈ 2 ദിവസത്തിനകത്ത് നമുക്ക് ഇന്ത്യയുടെ ഇൻഫ്ലേഷൻ ഡേറ്റ വരുന്നു. ഈ ഇൻഫ്ലേഷൻ ഡേറ്റ ഡിപ്പെൻഡ് ചെയ്തായിരിക്കും RBIയുടെ ഭാഗത്ത് നിന്ന് വരാൻ പോകുന്ന ഇൻട്രസ്റ്റ് റേറ്റ് കട്ടോ ബാക്കിയുള്ള കാര്യങ്ങൾ അവരുടെ സ്റ്റാൻഡ് ഇല്ല, ഇതൊക്കെ വ്യക്തമായി നമ്മൾ ബാധിക്കും. പിന്നെ അമേരിക്കൻ മാർക്കറ്റ് ഇൻഫ്ലേഷനും ഉണ്ട്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ചൊവ്വാഴ്ച അല്ലെങ്കിൽ ബുധനാഴ്ച ഈ വരാൻ പോകുന്ന ദിവസങ്ങളിൽ നല്ലൊരു വോളറ്റിലിറ്റി മൂവ്മെൻറ്റിന് സാധ്യത കൂടിയ ഒരു വീക്കും കൂടെയാണ് ഈ വരാൻ പോകുന്ന വീക്കിൽ കാണുന്നത്. അപ്പം പിന്നെ അടുത്ത് നോക്കേണ്ട ഈ പറഞ്ഞ ന്യൂസുകളൊക്കെ നാളത്തേക്ക് ഉള്ളത് കൊണ്ട് ഈ ആഴ്ച അത്രയ്ക്ക് രീതിയിലേക്ക് മാർക്കറ്റ് മൂവ് ചെയ്യാനുള്ള ചാൻസും വളരെയധികം കൂടുതലാണ്. അപ്പം നമുക്കിനി നോക്കേണ്ട മാർക്കറ്റ് പ്രൊഫൈൽ പ്രകാരം നിങ്ങൾ നോക്കുമ്പോൾ ബാങ്ക് നിഫ്റ്റി നോക്കിയാൽ ബാങ്ക് നിഫ്റ്റി ഈ ഒരു റേഞ്ച് 54,500ഉം 55,375 ഈ ഒരു റേഞ്ച് കളിച്ചുകൊണ്ടുവന്ന ബാങ്ക് നിഫ്റ്റി പൊട്ടി താഴേക്ക് വന്നിട്ട് ബാങ്ക് നിഫ്റ്റി സംബന്ധിച്ച് ബാങ്ക് നിഫ്റ്റി ആശാൻ അതെല്ലാം പൊട്ടി താഴേക്ക് വന്നതിന് ശേഷം ബാങ്ക് നിഫ്റ്റി നിങ്ങൾ നോക്കിയാൽ അറിയാം, ഒരു 17 ഏപ്രിലിലെ ഈ പ്രൊഫൈലിൻ്റെ ഭാഗത്തേക്ക് ഒന്ന് ക്ലിയറായി വന്ന് ഈ ഭാഗത്തൊരു ബൈങ്ങിൻ്റെ 53,449 464 എന്ന് പറഞ്ഞ ആ ഒരു ബൈങ്ങിൻ്റെ ലെവലിലെ സപ്പോർട്ട് എടുത്തിട്ടാണ് ബാങ്ക് നിഫ്റ്റി നിൽക്കുന്നത്. ബാങ്ക് നിഫ്റ്റി ഏകദേശം ക്ലോസ് ആയിരിക്കുന്നത് 53,600 അഥവാ ഈ POCയുടെ ഭാഗത്തൊക്കെയാണ് ബാങ്ക് നിഫ്റ്റിയും ക്ലോസ്. ചുരുക്കി പറഞ്ഞാൽ നിഫ്റ്റിയെക്കാട്ടിയും കൂടുതൽ ബാങ്ക് നിഫ്റ്റി നിങ്ങൾ നോക്കിയാൽ അറിയാം, ബാങ്ക് നിഫ്റ്റി ഒരു സപ്പോർട്ട് രീതിയിലാണ് ബാങ്ക് നിഫ്റ്റി വ്യക്തമായ രീതിയിൽ ക്ലോസ് ചെയ്തിരിക്കുന്നത്.
നമുക്ക് നോക്കേണ്ടത് ബാങ്ക് നിഫ്റ്റി ഇനി നമുക്ക് സെല്ലിംഗ് എന്ന് പറയുമ്പം ഇനി 53,459 പൊട്ടിയാൽ മാത്രമേ ബാങ്ക് നിഫ്റ്റിയിൽ ഒരു ബെയറിഷ് റെഫറൻസ്. അപ്പോൾ ബാങ്ക് നിഫ്റ്റിയിലെ ബെയറിഷ് റെഫറൻസ് എന്ന് പറയുമ്പം 53,459 ആണ് ബാങ്ക് നിഫ്റ്റിയിലെ ബെയറിഷ് റെഫറൻസ്. ഞാൻ ആ ബെയർ റെഫറൻസ് ഒന്ന് മാർക്ക് ചെയ്ത് വെക്കാം. 53,459 താഴെ മാത്രമേ നിങ്ങൾ ഇനി ഫ്രഷ് സെല്ലിനെ കുറിച്ച് ചിന്തിച്ചാൽ മതി എന്നാണ്. 53,450 പൊട്ടിയെങ്കിൽ മാത്രമേ ഇനി ഒരു ഫ്രഷ് സെല്ലിനെ കുറിച്ച് നിങ്ങളുടെ മനസ്സിൽ ഓർത്താൽ മതി. നമ്മുടെ പി യു സി നിൽക്കുന്നത് ബാങ്ക് നിഫ്റ്റിയുടെ 53,642 ഭാഗത്താണ് പി യു സി. അപ്പോൾ ഞാൻ പി യു സി ഒന്ന് മാർക്ക് ചെയ്യാണ്. 53,642 ഭാഗത്താണ് നമ്മുടെ പി യു സി നിൽക്കുന്നത്. അപ്പോൾ ആ ഭാഗത്തൊക്കെ തന്നെയാണ് ബാങ്ക് നിഫ്റ്റിയുടെ ക്ലോസിങ് അടുപ്പിച്ച് വന്നിരിക്കുന്നത്. അപ്പോൾ 53,642 ആണ് പി യു സി. എന്നെ സംബന്ധിച്ച് ബാങ്ക് നിഫ്റ്റിയുടെ ബുള്ളിഷ് റെഫറൻസ് എന്ന് പറയുമ്പോൾ ഈ 54,100 മുകളിൽ നിൽക്കുകയാണെങ്കിൽ ഞാൻ ബാങ്ക് നിഫ്റ്റിയിൽ ഒരു ബൈനെ കുറിച്ച് ചിന്തിക്കുക. എത്രയാണ്? 54,100 മുകളിൽ ബാങ്ക് നിഫ്റ്റിയിൽ നിൽക്കുകയാണെങ്കിൽ ഒരു ബൈയെ കുറിച്ച് നിങ്ങൾക്ക് ചിന്തിക്കുക. അതായത് നമ്മുടെ ഫ്രൈഡേയുടെ ലോയുടെ ആ ക്ലോസിങ്ങിൻ്റെ ആ ഭാഗത്ത് മുകളിൽ നിൽക്കുകയാണെങ്കിൽ ഒരു ബൈയെ കുറിച്ച് ചിന്തിക്കാം. അങ്ങനെയാണെങ്കിൽ അവൻ ഫസ്റ്റ് ടാർഗറ്റ് എന്ന നിലയിൽ 54,282 ഭാഗത്തേക്ക് പോകാം. അതായത് ഫസ്റ്റ് ടാർഗറ്റ് പറയുമ്പോൾ 54,282 അല്ല, 54,350 54,350 ഭാഗത്തേക്ക് R1 വരാനുള്ള ചാൻസ് ഉണ്ട്. അതിന് മുകളിൽ നിൽക്കുകയാണെങ്കിൽ അടുത്തത് 54,535 ഭാഗത്തേക്ക് പോകും. എത്രയാണ്? അതിന് മുകളിൽ നിൽക്കുകയാണെങ്കിൽ ബാങ്ക് നിഫ്റ്റി എന്ന് പറയുമ്പോൾ 54,532 ഭാഗത്തേക്ക് പോവാം. എത്രയാണ്? 54,532 ഭാഗത്തേക്ക് പോവാം. 532 ഭാഗത്തേക്ക് ബാങ്ക് നിഫ്റ്റി പോവാം. അതാണ് അതിനെ സംബന്ധിച്ചുള്ള R2. ഇതിന് മുകളിൽ മാർക്കറ്റ് നിൽക്കുകയാണെങ്കിൽ ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ച് അടുത്ത ഒരു ലെവൽ എന്ന് പറയുമ്പം ഈ ഒരു അറിയാലോ, അതിന് മുകളിൽ മാർക്കറ്റ് നിൽക്കുകയാണെങ്കിൽ അടുത്തത് 54,821 R3 എന്ന് പറയുന്നത്. R3 54,821 ഭാഗത്തേക്ക് പോവാം. 54,821 ഭാഗത്തേക്കും R3 എന്ന് പറഞ്ഞ ആ ഒരു ഭാഗത്തേക്കും ബാങ്ക് നിഫ്റ്റി പോവാനുള്ള ഒരു ടാർഗറ്റ് ഞാൻ കാണുന്നു. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ 54,100 പൊട്ടുകയാണെങ്കിൽ 54,350, 54,532, 54,821 ഭാഗത്തേക്ക് ബാങ്ക് നിഫ്റ്റി വരാനുള്ള ഒരു ചാൻസ് കാണുന്നു. നമുക്കിനി നോക്കേണ്ടത് എന്താണ്? താഴോട്ടുള്ള ലെവൽ. താഴേക്ക് എങ്ങോട്ട് വന്നാൽ എങ്ങോട്ട് പോകും? താഴേക്ക് വരികയാണെങ്കിൽ 53,459 പൊട്ടുകയാണെങ്കിൽ ഫസ്റ്റ് ടാർഗറ്റ് എന്ന് പറയുമ്പോൾ 53,153 എത്രയാണ്? 53,150 ഭാഗത്തേക്ക് വരാം. 53,150 ഭാഗത്തേക്ക് വരാം. ഇതാണ് എന്നെ സംബന്ധിച്ചുള്ള S1. അതിന് താഴെ S2 എന്ന് പറയുമ്പോൾ ഈ ഒരു അടുത്ത വരുന്നത് നമുക്ക് നോക്കേണ്ടത്. അടുത്ത S2 എന്ന് പറയുമ്പം ഈ ഒരു സിംഗിൾ പ്രിൻ്റായ 52,946 ഭാഗത്തേക്ക് 52,946 ഭാഗത്തേക്ക് മാർക്കറ്റ് വരാനും, അതിന് താഴെ S3 എന്ന് പറയുന്നത് 53,768 നമ്മുടെ പി ഒ സി ആണ്. 16 ഏപ്രിലിലെ പി ഒ സി ആയ 52,768 52,768 ഭാഗത്തേക്കും വരാനുള്ള ഒരു ചാൻസ് ബാങ്ക് നിഫ്റ്റിക്ക് കൂടുതൽ. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ബാങ്ക് നിഫ്റ്റി എവിടെയാണ്? നമുക്ക് ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ച് വരുന്ന ടാർഗറ്റ് എന്ന് പറയുമ്പോൾ പൊട്ടിക്കഴിഞ്ഞാൽ 53,459 പൊട്ടുകയാണെങ്കിൽ സ്പോട്ടിൽ 53,150 ഭാഗത്തേക്ക്, 52,946 ഭാഗത്തേക്കും, 52,767 ഭാഗത്തേക്കും വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്സൈഡിലാണെങ്കിൽ 54,100 മുകളിൽ നിൽക്കുകയാണെങ്കിൽ 54,350, 54,532, 54,821 ഭാഗത്തേക്കും ബാങ്ക് നിഫ്റ്റി മൂവ് ചെയ്യാനുള്ള ചാൻസ് കൂടുതലാണ്. ചുരുക്കി പറഞ്ഞാൽ ഇതായിരിക്കും നമ്മളെ സംബന്ധിച്ച ഒരു ബാങ്ക് നിഫ്റ്റിയുടെ വ്യക്തമായ രീതിയിലുള്ള ലെവൽസ് ഇതാണ്. ഇപ്പം ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ച് ന്യൂസ് വരുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും. ഏറ്റവും കൂടുതൽ ബാധിക്കുന്ന ന്യൂസ് എന്ന് എന്താണ്? നമുക്ക് ഈ വരാൻ പോകുന്ന കൺസ്യൂമർ പ്രൈസ് ഇൻഫ്ലേഷൻ്റെ ഡേറ്റ പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ, ഇതെല്ലാം നമ്മുടെ മാർക്കറ്റിനെ ബാധിക്കും. അതിനനുസരിച്ച് RBIയുടെ ബാക്കിയുള്ള കാര്യങ്ങളും എല്ലാ കാര്യങ്ങളും വ്യക്തമായ രീതിയിലേക്ക് വരുന്നത്. ഇനി നമുക്ക് നോക്കേണ്ടത് നിഫ്റ്റിയെ സംബന്ധിച്ച് നമുക്ക് നിഫ്റ്റി നോക്കുമ്പോൾ നിഫ്റ്റി ആ ഒരു റേഞ്ച്, എന്നെ സംബന്ധിച്ച് ഞാൻ ഇപ്പോഴും ആ നിഫ്റ്റിയിൽ ആ റേഞ്ചിന് ഒരു റേഞ്ചില്ല. നിഫ്റ്റി ഇപ്പോഴും സെയിം റേഞ്ച് നിൽക്കുകയാണ്. 23,983 ആ 24,500 ഈ ലാർജ് റേഞ്ചാണ് 21 ഏപ്രിൽ തൊട്ട് ഇതുവരെയുള്ള നിഫ്റ്റിയുടെ. നിഫ്റ്റി ക്ലോസിംഗ് വന്നേക്കണ 24,030 ഭാഗത്താണ്. നിഫ്റ്റി 24,000 എന്ന് പറഞ്ഞാൽ ആ ഇമ്പോർട്ടൻറ്റ് മാർക്ക് കൃത്യമായ രീതിയിൽ. അപ്പോൾ എന്നെ സംബന്ധിച്ചുള്ള ബെയറിഷ് റെഫറൻസ് നിഫ്റ്റിയെ സംബന്ധിച്ച് കാണുന്നത് 24,000 എന്ന് പറഞ്ഞ ഏറ്റവും ഇമ്പോർട്ടൻ്റ്. ആ 24,000 താഴെ നിഫ്റ്റി സസ്റ്റെയിൻ ചെയ്യുമെങ്കിൽ മാത്രമേ
ഞാൻ ഇനി ഫ്രഷ് സെല്ലിങ്ങിനെ കുറിച്ച് നിഫ്റ്റിയിൽ നിങ്ങൾ പറയാം. അപ്പോൾ ബെയറിഷ് റെഫറൻസ് സ്റ്റാർട്ട് ചെയ്യണം 24,000 ആണ്. എന്നെ സംബന്ധിച്ച് നമ്മുടെ POC ഇപ്പോഴും കിടക്കണം മുകളിലാണ്. അപ്പോൾ ഞാൻ പക്ഷേ 24,180 അല്ലെങ്കിൽ 24,100 എന്നെ 135 മുകളിൽ സസ്റ്റെയിൻ ചെയ്യുമെങ്കിൽ ഞാൻ ഇനി ബുള്ളിഷ് റെഫറൻസ് POC നിൽക്കുന്ന 24,180 ഭാഗത്തൊക്കെയാണ് നമ്മുടെ POC വന്നിരിക്കുന്നത്. 24,880 നമ്മുടെ POC വന്നിരിക്കുന്നത്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ആ ഭാഗത്തൊക്കെ തന്നെയാണ് മാർക്കറ്റ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. സോ എന്നെ സംബന്ധിച്ച് ബുള്ളിഷ് റെഫറൻസ് എന്ന് പറയുമ്പോൾ 24,135 140 മുകളിൽ ബാങ്ക് നിഫ്റ്റി സസ്റ്റെയിൻ ചെയ്യുമെങ്കിൽ നിഫ്റ്റിയിൽ ഒരു ബുള്ളിഷ് മൊമെൻറ്റം എടുക്കാനുള്ള ചാൻസ് കൂടുതലാണ്. അതിന് മുകളിൽ മാർക്കറ്റ് നിൽക്കുകയാണെങ്കിൽ വീണ്ടും നമ്മൾ പഴയ വീഞ്ഞ് പുതിയ കുപ്പിയിലെന്ന് പറയും പോലെ ഇതിനകത്ത് മാർക്കറ്റ് എൻ്റർ ആവുമെങ്കിൽ വീണ്ടും നമ്മൾ ഇത് ഈ POCയുടെ ഭാഗത്തേക്കും അതിന് മുകളിൽ ഈ വാല്യൂ ഏരിയ ഹൈയുടെ ഭാഗത്തേക്ക് പോകും. അങ്ങനെയാണെങ്കിൽ ഇടയ്ക്ക് ചെറിയൊരു സ്റ്റോപ്പ് ഉണ്ട്. 140 മുകളിൽ നിൽക്കുകയാണെങ്കിൽ 24,255 ഭാഗത്തേക്ക് പോകാം. അപ്പോൾ എന്നെ സംബന്ധിച്ചുള്ള R1 എന്താണ് 24,255 അപ്പോൾ ഞാൻ അത് R1 ആക്കി ഞാൻ മാറ്റിയിട്ടുണ്ട്. അതിന് മുകളിൽ നിഫ്റ്റി നിൽക്കുകയാണെങ്കിൽ അടുത്ത വരാൻ പോകുന്നത് R2 എന്ന് പറയുന്നത് എത്രയാണ് 24,355 24,355 ഭാഗത്തേക്ക് പോകാനും അതിന് മുകളിൽ മാർക്കറ്റ് നിൽക്കുകയാണെങ്കിൽ പുതിയ ഹൈ എടുക്കാനുള്ള ചാൻസ് ചുരുക്കി പറഞ്ഞാൽ 24,465 ഭാഗത്തേക്കും 24,460 R3 എന്ന് പറയുന്നത് 24,465 ഭാഗത്തേക്കും പോകാനുള്ള ചാൻസ് കൊടുക്കും. ചുരുക്കി പറഞ്ഞാൽ എവിടെയാണ് 24,140 മുകളിൽ സസ്റ്റെയിൻ ചെയ്യുമെങ്കിൽ 255 355 465 ഭാഗത്തേക്ക് നിഫ്റ്റി സ്പോട്ട് പോകാനുള്ള ചാൻസ് കൂടുതലാണ്. ഈ 24,000 പൊട്ടു വേണമെങ്കിൽ അവനെ സംബന്ധിച്ച് ഫസ്റ്റ് ടാർഗറ്റ് എന്ന് പറഞ്ഞാൽ 24,800 23,900 ആണ് ഫസ്റ്റ് ടാർഗറ്റ്. 23,900 ഭാഗത്തേക്ക് വരാനും S1 അതാണ്. അതിന് താഴെ മാർക്കറ്റ് നിൽക്കുകയാണെങ്കിൽ 23,792 23,792 ഭാഗത്തേക്ക് വരാനും അതിന് താഴെ ഒരു ഡിപ്പ് ഞാനിപ്പം തൽക്കാലത്തേക്ക് പ്രതീക്ഷിക്കുന്നില്ല. അതുകൊണ്ട് ഞാനത് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു. ചുരുക്കി പറഞ്ഞാൽ അപ്സൈഡിലേക്ക് മൊമെൻറ്റം നിഫ്റ്റിക്ക് വരികയാണെങ്കിൽ നിങ്ങൾ ഓർത്തോളുക അവൻ മോൾ 24,140 മോൾ സസ്റ്റെയിൻ ചെയ്യുമെങ്കിൽ നമ്മൾ വീണ്ടും വാല്യൂ ഏരിയ 80% ഉള്ള ബാങ്ക് നിഫ്റ്റിയിൽ ആക്ടിവേറ്റ് ആവും. അത് നമുക്ക് 23,24,255 24,355 അതിന് മുകളിൽ സസ്റ്റെയിൻ ചെയ്യുമെങ്കിൽ 24,465 ഭാഗത്തേക്കും വരാനുള്ള ചാൻസ് നിഫ്റ്റിയെ സംബന്ധിച്ച് വളരെയധികം കൂടുതലാണ്. ചുരുക്കി പറഞ്ഞാൽ നാളെ നമ്മുടെ മാർക്കറ്റിൻ്റെ ഓപ്പണിങ്ങിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും നാളെ എല്ലാ മൂവ്മെൻറ്റും എല്ലാം പറയുന്നത്. അത്രത്തോളം ഷോർട്ട്സ് നമ്മളെ മാർക്കറ്റിൽ ആക്റ്റീവാണ്. ഈ ഷോർട്ട്സ് അൺവൈൻഡ് ചെയ്യുമെങ്കിൽ രണ്ട് രീതിയിലുള്ള മൂവ്മെൻറ്റ് വരാം. ഒന്നുകിൽ ഷോർട്ട് കവറിങ് റാലിയും വരാം, ഇല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം ഈ ഷോർട്ട് വീണ്ടും നാളെ പാകിസ്ഥാൻ ആക്രമിക്കുകയാണെങ്കിൽ വീണ്ടും ഇന്ത്യ അത് ഒരു എന്തുവാണ് വാറായിട്ട് വരും. ഇന്ത്യയുടെ സൈന്യം പൂർണ്ണമായ രീതിയിൽ തിരിച്ചടിക്കുമെന്നാണ് രാജ്നാഥ് സിംഗ് പ്രതിരോധ മന്ത്രി പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ അതൊരു മാർക്കറ്റിനെ സംബന്ധിച്ച് ഒരു ഡെമോക്രസിൻ്റെ വാള് പോലെ നമ്മുടെ മണ്ടയിൽ നിൽക്കുകയാണ്. സോ അങ്ങനെ അടി എന്തെങ്കിലും വരികയാണെങ്കിൽ അത് സംഭവിക്കാനുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ്. അപ്പോൾ ഇത് നിങ്ങൾ വ്യക്തമായി നിങ്ങളെ മനസ്സിൽ ഓർത്ത് വെച്ചോളാം. ബെയറിഷ് റെഫറൻസ് 24,000 നിഫ്റ്റിക്കും ബാങ്ക് നിഫ്റ്റിക്ക് 53,459. ഇത് രണ്ടും വ്യക്തമായ രീതിയിൽ നിങ്ങൾ മാർക്ക് ചെയ്ത് വെച്ചാൽ മാത്രമേ നിങ്ങൾക്ക് ബാക്കിയുള്ള ട്രേഡിംഗ് സെറ്റപ്പുകളെല്ലാം ആക്ടിവേറ്റ് ആക്കി ട്രേഡ് ചെയ്യാൻ പറ്റുള്ളൂ. സോ നമ്മുടെ 16-17 ഈവൻ്റ് ഒരു മാറ്റവും ഇല്ല. ട്രിവാൻഡ്രത്ത് വെച്ച് ഡെസ്റ്റിന 2025 നടക്കുകയാണ്. സീറ്റുകളൊക്കെ ഓൾമോസ്റ്റ് ഫില്ലായി. അപ്പോൾ നിങ്ങൾക്ക് ഇനി വരണമെന്ന് താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് 17-ാം തീയതി സാറ്റർഡേയിലെ സെഷനിൽ നിങ്ങൾ പങ്കെടുക്കാം. ആ സെഷനിൽ പങ്കെടുക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 1499 ഒരു ഓഫറുണ്ട്. അപ്പോൾ അത് പങ്കെടുക്കാൻ താല്പര്യമുള്ളവരാണെങ്കിൽ ദയവായി എൻ്റെ ഈ തമ്പനിയിൽ കാണിച്ച നമ്പറിൽ ബന്ധപ്പെടുക. ഇത് ട്രേഡേഴ്സിൻ്റെ എല്ലാവരുടെയും നിങ്ങൾ പറയും പലരും വിചാരിക്കും അതെന്തിന് വരണം അങ്ങനെ വരേണ്ട ആവശ്യമില്ലല്ലോ പലതും പറയും. പക്ഷെ നിങ്ങൾ ഓർത്തോളൂ ട്രേഡിംഗ് എന്നതിന് ഒറ്റയ്ക്ക് പോകുന്നൊരു ജേണിയല്ല. അതിൽ നമുക്ക് പല ആൾക്കാരുടെ സപ്പോർട്ട് വേണ്ടി വരും. അപ്പം നിങ്ങൾക്ക് ഒരു എക്സ്പേർട്ട് ട്രേഡേഴ്സിനെ കാണുവാനും അവരുടെ കൂടെ ഇരിക്കുവാനും അവരുടെ കാര്യങ്ങൾ കേൾക്കുവാനും ഇൻട്രാക്ട് ചെയ്യാനും നമ്മളുടെ സെറ്റപ്പുകളൊക്കെ നിങ്ങളിലേക്ക് പറ്റുമോ ഇല്ലേ എന്നൊക്കെ അറിയണമെങ്കിൽ നിങ്ങൾ ആ ഒരു പ്രോഗ്രാമിന് വന്നാൽ മാത്രമേ നിങ്ങൾക്ക് നടക്കുകയുള്ളൂ. സോ എല്ലാവരും ആ പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ ശ്രമിക്കുക. ഞാനൊരു ഓഫർ വെച്ചിട്ടുണ്ടായിരുന്നു എൻ്റെ യൂട്യൂബിൽ നമ്മുടെ ഫോളോവേഴ്സിന് വേണ്ടി ഞാനൊരു ഓഫർ വെച്ചു. 1999 എന്നൊരു ഓഫറുണ്ട്. സാറ്റർഡേ മാത്രം വരുന്നവർക്കാണെങ്കിൽ 1499 ഓഫർ ഞാൻ വീണ്ടും വച്ചിട്ടുണ്ട്. അത് നിങ്ങൾ പങ്കെടുക്കാൻ ശ്രമിക്കുക. സോ എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് ഈ വീഡിയോയിൽ സൈൻ ഓഫ് ചെയ്ത് നിങ്ങളുടെ സ്വന്തം വിഷ്ണുഗുപ്തൻ ചാനൽ കാണുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക. നിങ്ങളുടെ ട്രേഡിംഗ് ഫ്രണ്ട്സിന് അയച്ചു കൊടുക്കുക. ഹാപ്പി സൺഡേ ടു ആൾ ഓഫ് യു.